നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സർവ്വവിദ്യകളുടെയും അധിപനായി ലോകസംരക്ഷകനായി അനന്തകരുണാമയനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ദിവ്യവുമായ സ്തോത്രം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം. 1000 നാമങ്ങൾ കൊണ്ട് മഹാവിഷ്ണുവിനെ സ്മരിക്കുന്നത് ഭക്തൻ്റെ ഹൃദയം ദൈവാനുഭൂതിയിൽ ലയിപ്പിക്കുകയും ജീവിതത്തെ പ്രകാശത്തോടെ നിറയ്ക്കുകയും ചെയ്യുന്നു. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അസ്ത്രബാണങ്ങളിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ ധർമ്മരാജനായ യുധിഷ്ഠിരനോട് ആത്മീയമായ ജീവിതോപദേശം നൽകുമ്പോഴാണ് ഈ മഹാസ്തോത്രം പാരായണം ചെയ്തത്. ദൈവാനുഭൂതിയിലേക്ക് നയിക്കുന്ന ഏറ്റവും വിശുദ്ധവും ശക്തിയേറിയതുമായ മാർഗങ്ങളിലൊന്നാണിത്. സ്വയം ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമജപത്തിലും ഭക്തിയുടെ ശക്തിയിലും വലിയൊരു അത്ഭുത ശക്തി അടങ്ങിയിരിക്കുന്നു എന്ന്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വഴി മനസ്സിൻ്റെ സമാധാനം വർദ്ധിക്കുന്നു. ഉച്ചരിക്കുന്ന ഓരോ നാമവും ഭക്തൻ്റെ ഹൃദയത്തിൽ ശാന്തിയും കരുത്തും നിറയ്ക്കുന്നു. രോഗങ്ങളും മാനസിക വിഷമങ്ങളും അകന്ന് ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുന്നു. കുടുംബത്തിൽ സമൃദ്ധിയും സൗഭാഗ്യവും വർദ്ധിക്കുന്നു. വീട്ടിൽ ഐക്യത, സ്നേഹം, സമാധാനം എന്നിവ നിറയ്ക്കുന്നു. ദൈവാനുഗ്രഹം വർദ്ധിച്ച് ഭയങ്ങളും ആശങ്കകളും പ്രതിബന്ധങ്ങളും അകറ്റുന്നു. ചെയ്ത പാപങ്ങൾ കുറഞ്ഞ് ആത്മാവിന് ശുദ്ധിയും അന്തിമത്തിൽ മോക്ഷവും ലഭിക്കുന്നു. ഭക്തൻ്റെ ആത്മാവിൽ ദൈവാനുഭവം തെളിയിക്കുന്നു. വിഷ്ണു സഹസ്രനാമം കേൾക്കുമ്പോൾ അതൊരു മന്ത്രം പോലെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ഭക്തിപൂർവം നാം ഉച്ചരിക്കുമ്പോൾ ജീവിതത്തിലെ കഠിനമായ ദുരിതങ്ങളും ഭയങ്ങളും അകന്നു പോകുന്നു. ഓരോ നാമവും നമ്മെ മഹാവിഷ്ണുവിൻ്റെ ദിവ്യ അനുഗ്രഹത്തിലേക്ക് അടുത്തുകൊണ്ടുപോകും. വിഷ്ണുവിൻ്റെ 1000 ദിവ്യനാമങ്ങൾ കേൾക്കുകയും ഭക്തിപൂർവം ജപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ദൈവിക പ്രകാശം ലഭിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ദിവസവും കുറച്ചു സമയം ഭഗവാന്റെ നാമം സ്മരിക്കാം. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ആത്മശാന്തിയും നിറയും. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ഓം നമോ നാരായണായ.